നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ തലക്കെട്ടിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഇപ്പോഴും ഞാൻ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നു. തേർഡ് പാർട്ടി കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്നു. നിങ്ങളുമായി പരസ്പരം തിരിച്ചറിഞ്ഞ് സ്നേഹിച്ച മനോഹരമായ നിമിഷങ്ങൾ ഈ വ്യക്തി ഓർത്തെടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ വായിക്കാൻ പോകുന്ന വായന എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾ പരിപൂർണ നല്ല മനസ്സോടുകൂടി, സ്വസ്ഥമായ മനസ്സോടുകൂടി കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ വളരെയധികമായിട്ടുള്ള ഒരു 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 താഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ താഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുള്ള ചില തകരാറുകൾ തന്നെയാണ്. അത് പല വ്യക്തികളും ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ തിരിച്ചടിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ വ്യക്തികളെല്ലാത്തിനെയും തന്നെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തി വിശ്വസിച്ചു പോയ പല വ്യക്തികളും ഈ വ്യക്തിയെ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ഈ വ്യക്തിയെ ചതിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ചതിയുടെ പിന്നിൽ തീർച്ചയായിട്ടും വലിയൊരു കഥകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയാണെങ്കിൽ ഇതിൽ നിന്നുമൊക്കെ ഉയർത്തെഴുന്നേൽക്കുവാനായി ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഒരു പക്ഷേ യാതൊരു തരത്തിൽ ഇനി പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഇനി നല്ലൊരു സമയമില്ല എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ടിരുന്ന ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇനി ഉയർത്തെഴുന്നേറ്റേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി കടന്നു വന്നേ പറ്റൂ എന്നുള്ള ആ ഒരു ചിന്തകൾ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി പല രീതിയിലും വളരെയധികം വാശിയോട് കൂടിയും വീറോട് കൂടിയും ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിട്ടാണ് നമുക്ക് ഇതിനോടകം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വ്യക്തി സാമ്പത്തികപരമായിട്ടും മറ്റ് പല രീതിയിലും തകർന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും അതിനെല്ലാം അഭിമുഖീകരിച്ച് അതിനെല്ലാം തടഞ്ഞു വെച്ച് ഉയർത്തെഴുന്നേൽക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം എന്താണ്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ സംരക്ഷണം എന്താണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിയെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ വ്യക്തിക്ക് പല സാഹചര്യങ്ങളിലൂടെയും പല രീതികളിലൂടെയും ഈ വ്യക്തിക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ ഈ വ്യക്തി വിചാരിച്ചിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേക്കാനോ കൈ പിടിച്ചുയർത്താനോ ആരുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വ്യക്തികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പേഴ്സണെ പ്രോത്സാഹിപ്പിക്കുന്ന ആരും തന്നെ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു വളരെയധികം യാദൃശികമായിട്ട്, അല്ലെങ്കിൽ വളരെയധികം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള എനർജികൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്കിവിടെ കാണാം. നല്ല രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് തന്നെ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ പൂർവികരായിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള മറ്റെന്തെങ്കിലും കഴിവുകളോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളോ ആയിരിക്കാം. അത്തരം ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പോലും ഈ വ്യക്തിക്ക് അത്രയും അധികം പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്കാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ നിസ്സഹായനായിട്ട് നിന്നിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് തക്കതായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണപ്പെടുന്നുണ്ട്. പക്ഷെ തീർത്തും നമുക്കിവിടെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി വളരെയധികം സാധുവായിട്ടും വളരെയധികം അങ്ങേയറ്റം പാവമായിട്ടുമാണ് കാണിക്കുന്നത്. അതായത് ഒരു പാവം പിടിച്ച ഒരു വ്യക്തി, അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി മറ്റു പലവരെയും അതിര് കടന്ന് വിശ്വസിക്കുകയും അവര് പറയുന്നത് കേൾക്കുകയും ചെയ്തതാണ് ഈ വ്യക്തി ചെയ്തു പോയ തെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലവരും ഈ വ്യക്തിയെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചതായിട്ടും
വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ വ്യക്തിയെ തുടച്ചു നീക്കാൻ ശ്രമിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ തീർത്തും വളരെയധികം ശക്തമായിട്ടുള്ള സ്ത്രീകളുടെ സാന്നിധ്യം നമുക്കിതിലൂടെ വ്യക്തമാണ്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മാതാവ് തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അവരുടെ ആ ഒരു സാന്നിധ്യവും നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കും തോറും ഈ വ്യക്തിയെ പിടിച്ച് താഴേക്ക് വലിക്കാനായിട്ടും മറ്റു പലവരും ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഏഞ്ചൽസിന്റെ വളരെയധികം പ്രോത്സാഹനവും അല്ലെങ്കിൽ അവരുടെ വളരെയധികം സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാന്നിധ്യം ഈ വ്യക്തിക്ക് പല സാഹചര്യങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പോലും വളരെയധികം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ സാഹചര്യത്തെക്കുറിച്ച് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും എടുത്തിട്ട് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് പറയേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു ഈ വ്യക്തി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത്, നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ മുന്നിൽ മനസ്സ് തുറന്ന് എല്ലാ കാര്യവും അടിയറവ് വെച്ച് സമർപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിന് സമാധാനം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിന്താഗതി ഒരിക്കലും നമുക്ക് ഒരു തെറ്റായ ചിന്താഗതിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തി എത്ര ദൂരെയാണെങ്കിലും എത്ര സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെട്ട് എല്ലാ കാര്യങ്ങളും പറയണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ ആഴമേറിയ സ്നേഹം തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണോ ആ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങളോട് ഈ വ്യക്തി സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് നിങ്ങളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ നോക്കിയിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം മനസ്സിൽ ഓർത്തിട്ടാകാം, നല്ല രീതിയിൽ സങ്കല്പിച്ചിട്ടാകാം. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നേരിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ കണക്ട് ചെയ്യാനോ ഈ വ്യക്തിക്ക് അങ്ങേയറ്റം ഭയമായിരിക്കാം, പേടിയായിരിക്കാം. കാരണം അത്രയും അറുത്തു മുറിച്ച് കളഞ്ഞിട്ടുള്ള ബന്ധമായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പലതവണയും ഈ വ്യക്തിയുടെ പുറകെ പോയെങ്കിലും ക്ഷമാപണം നടത്തിയെങ്കിലും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് എങ്ങനെയൊക്കെ ശ്രമിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചെങ്കിൽ പോലും ഈ വ്യക്തി അതൊന്നും അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല സമീപനം, നല്ല മനസ്സ് കാണാൻ ശ്രമിച്ചില്ല എന്നുള്ള ആ ഒരു സത്യം കൂടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുമായിട്ട് എപ്പോഴും വഴക്കും പ്രശ്നവും വാക്ക് തർക്കവും തന്നെയായിരുന്നു. ആ ഒരു അവസ്ഥയും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ അത്രയും അങ്ങേയറ്റം നല്ല രീതിയിൽ തന്നെ വിഷമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും താല്പര്യമില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് വരെ നിങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് എല്ലാ കാലത്തും എപ്പോഴും നിങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അപ്പൊ ആ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഇനിയും യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും പുതിയൊരു തുടക്കം കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് പണമല്ല ഏറ്റവും വലുത്, സ്നേഹം തന്നെയാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള മനസ്സുകൾ തന്നെയാണ് ചേരേണ്ടത്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്നും നിലനിൽക്കുന്നത് എന്നുള്ള സത്യം കൂടിയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് വലിയൊരു പാഠം തന്നെയാണ്. കാരണം പല രീതിയിലുള്ള പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിലൊരു നിമിത്തമായി നിങ്ങൾ എന്ന് മാത്രം. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒക്കെയും നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു മനസ്സിനും ചിന്താഗതികൾക്കും പ്രതീക്ഷയ്ക്കും നീതി ലഭിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു എനർജി ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് സാഹസികമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചധികം നല്ല രീതിയിൽ കുറച്ചധികം റിസ്ക് എടുക്കേണ്ട ഒരു ബന്ധം കൂടിയായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ടായിരിക്കാം. എന്തുകൊണ്ടോ കുറച്ചും കൂടി ഒരു സാഹസികമായിട്ടുള്ള ഒരു ബന്ധം കൂടിയായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അതും നമുക്കിതിലൂടെ വ്യക്തമാകാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് അനാവശ്യമായിട്ടുള്ള പേടിയും ഭയവും അല്ലെങ്കിൽ ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളുടെ അടുത്തേക്ക് ഇനി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ തെറ്റിദ്ധരിക്കാനോ ഒന്നും ഈ വ്യക്തി ഇനി വരികയില്ല. കാരണം ഈ വ്യക്തിക്ക് ഇതിനോടകം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നത് തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്തായിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് പ്രണയമായിരിക്കാം, അതായത് വളരെയധികം വിദൂരതയിൽ നോക്കി നിൽക്കുന്ന രണ്ട് കമിതാക്കളായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഫിസിക്കൽ പരമായിട്ട് നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ അടുത്ത് സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. അപ്പോൾ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ആകസ്മികമായിട്ടായിരിക്കും വരുന്നത്, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും, വളരെ പെട്ടെന്നായിരിക്കാം അത്തരം ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരം ഒരു അവസരം നിങ്ങൾക്ക് മുന്നിൽ എത്തിപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നന്ദി പറഞ്ഞുകൊണ്ട് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.